പാഠം 619. ഒരു കലാകാരന്റെ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, സഹദേവാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കളക്ടറേറ്റിൽ പോയിരുന്നൊക്കെ അറിഞ്ഞു. എന്തായി കാര്യങ്ങൾ? ഓ, സത്യം? സഹദേവം വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലല്ലോ. എനിക്കറിയാം, കളക്ടർ പണ്ടേ അങ്ങനെയാ. എന്നോട് ഭയങ്കര വാത്സല്യമല്ലേ? അതെ അതെ. ആ, വേറെന്താ വിശേഷം? ശരി ശരി. ഭാമേ, താലൂക്ക് ഓഫീസിലെ സഹദേവനെ വിളിച്ചത്. ഇന്നലെ തഹസീൽദാരും സഹദേവനും കൂടി കളക്ടർ കാണാൻ പോയി. പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെ വെച്ച് തഹസീൽദാരോട് കളക്ടർ പറഞ്ഞു, ഇതൊക്കെ മോഹനേഷിനോട് സംസാരിച്ച പോലെ ആള് വളരെ മിടുക്കനല്ലേ എന്ന്. ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറെ പറ്റി ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാല് ചെറിയൊരു കാര്യമാണ്. അയ്യോ, അടുത്ത പ്രൊമോഷൻ ലിസ്റ്റ് വരുമ്പോ എന്റെ പേര് ഉറപ്പായിട്ടുണ്ടാവുമെന്നാണ് സഹദേവനും പറയുന്നത്. ഞാനീ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എന്റെ കേൾവിക്ക് തകരാറില്ലേ? പെരുതാ, നിന്റെ മുഖത്തൊരു സന്തോഷം വേണമായിരുന്നു. ചോദിച്ചിട്ടില്ലേ? ഞാൻ ഒരു സന്തോഷമുള്ള വാർത്ത പറഞ്ഞിട്ട് നീ ഒന്ന് ചിരിച്ച പോലില്ലല്ലോ. ഞാനൊരു പെണ്ണല്ലേ മോഹനട്ടാ, അങ്ങനെ ചിരിക്കാമോ? പെണ്ണ് ചിരിച്ചാ എന്താ? ഇന്നലെ മോഹനട്ടൻ തന്നെയാ പറഞ്ഞത്, പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ ചിരിക്കാൻ പാടില്ല, അച്ചടക്കം ഒതുക്കവും വേണമെന്ന്. ഞാനായിട്ട് എന്റെ ഭർത്താവിനെ ധിക്കരിച്ചു എന്ന് വേണ്ട. ഇനി മേലിൽ മോഹനേട്ടൻ കാണുകയും ഞാൻ ചിരിക്കില്ല. തീർന്നുള്ള പ്രശ്നം. സത്യം പറയാലോ വക്കീലെ, സുന്ദരേശൻ ഇന്ന് രാവിലെ വന്ന് ശങ്കരൻകുട്ടി രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുപോയി. കഴിഞ്ഞ മാസം കേസ് കോംപ്രമൈസ് ആക്കാൻ വക്കീൽ നോക്കിയപ്പോ സുന്ദരേശൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചന്ദ്രൻകുട്ടി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവും അറിയാവുന്നത് കൊണ്ടാണ് അന്ന് അധികം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ സുന്ദരേശൻ അത് കേട്ടില്ല. എങ്ങനെ കേൾക്കും? സുന്ദരേശന്റെ ഒരു വക്കീലുണ്ടല്ലോ, പ്രകാശൻ, അയാള് പറഞ്ഞു, ഓരോ ഒത്തുതീർപ്പും വേണ്ട, സുന്ദരേശന് ഞാൻ നഷ്ടപരിഹാരം വാങ്ങിത്തരാം. കേസ് ഞാൻ തലകീഴായി മറിച്ചപ്പോ സുന്ദരേശന് മനസ്സിലായി നഷ്ടപരിഹാരം കിട്ടുകയുമില്ല, കയ്യിലിരിക്കുന്ന കാശ് പോവുകയും ചെയ്യുമെന്ന്. അതല്ലേ ഓടി ചന്ദ്രൻകുട്ടിയെ കാണാൻ വന്നത്. ഇതിപ്പോ വാദി പ്രതി ആയതുപോലുണ്ട് അല്ലെ ചന്ദ്രൻകുട്ടി? പിന്നല്ലാതെ. എന്നെത്ര ചിരിക്കാൻ? മോഹനേട്ടൻ അറിഞ്ഞില്ലല്ലോ, ഈ ചന്ദ്രൻകുട്ടിക്കെതിരെ സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാൾ കേസ് കൊടുത്തു. ഒരിടപാടിൽ നഷ്ടം വന്നു, അതിനുള്ള പരിഹാരം ചന്ദ്രൻകുട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാണ് ചന്ദ്രൻകുട്ടിക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്. വന്നിപ്പോ നഷ്ടപരിഹാരം സുന്ദരേശൻ ഇങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയല്ല. ബാലു ഇങ്ങനെ ചിരിക്കാൻ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പെണ്ണാണ്. പെണ്ണുങ്ങൾ വർത്താനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. നിന്റെ ഇച്ചിരി നാട്ടുകാരെന്ത് വിചാരിക്കും? ചന്ദ്രൻകുട്ടി വന്നാലും സംസാരിച്ചോ? നോക്കൂ. ഒരു ചിരി നീ രക്ഷയോ? ചിരിക്കാൻ ഓഹങ്കാരി. അതാണ് രാവിലെ മുതൽ മുഖം ഇങ്ങനെ ഇരുന്നത്. ഭാമേ, ഇപ്പൊ നീ കാണിക്കുന്നതിന്റെ പേരാണ് ധിക്കാരം. ഇന്നലെ പുറത്തു നിന്ന് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് നീ നിലവിട്ട് ചിരിച്ചപ്പോ ഞാൻ ചെറുതായിട്ട് ഉപദേശിച്ചു, ഇങ്ങനെ നിയന്ത്രണമില്ലാതിരിക്കുന്നത് ശരിയല്ല എന്ന്. എന്റെ ഉപദേശം അനുസരിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് ഇപ്പൊ നീ എന്നെ ധിക്കരിക്കുകയാണ്. ഞാൻ ഒരു വഴക്കിനും വരുന്നില്ലല്ലോ, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കൂ. അതെങ്ങനെ പറ്റും? ഇതൊരു വീടാണ്.
ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ വഴിക്ക് പോകാൻ തുടങ്ങിയാൽ അതെങ്ങനെ ശരിയാവും? ഞാനിപ്പോ എന്താ വേണ്ടത് അത് പറ. ഞാൻ പറഞ്ഞ അനുസരിക്കണം. മോഹനേട്ടൻ പറഞ്ഞതാണ് ഞാൻ അനുസരിക്കുന്നത്. ഇനിമേലിൽ മോഹനേട്ടൻ കാണുകയും ഞാൻ ചിരിക്കില്ല. ഇനി ഒരിക്കലും ചിരിക്കരുത് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഞാൻ ചിരിക്കേണ്ടത് എപ്പോഴാണെന്ന് മോഹനേട്ടൻ പറയും. അപ്പൊ ഞാൻ ചിരിക്കണമെന്ന്. അതിന് ശമ്പളം കൊടുത്ത് ആളെ നിർത്തിക്കോളാം, എന്നെ കിട്ടില്ല. പക്ഷെ നീ ഇങ്ങനെ ഗൗരവത്തിരുന്ന് എങ്ങനെ ശരിയാവും? മോഹനേട്ടൻ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചിരി വരുമ്പോൾ ഉറക്കെ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യര്. പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ മോഹനേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്. ഭാര്യ ചിരിക്കേണ്ടത് എപ്പോഴാണെന്ന് ഭർത്താവ് തീരുമാനിക്കുന്ന അവസ്ഥയൊക്കെ മാറിയിട്ട് വർഷം 100 കഴിഞ്ഞു. പക്ഷേ ആ മാറ്റം സമ്മതിച്ചു തരാൻ മോഹനേട്ടൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാനും എന്റെ വഴിക്ക് തീരുമാനം എടുത്തു. ഇനി മോഹനേട്ടൻ കാണുക ഞാൻ ചിരിക്കില്ല. ചുണയുണ്ടെങ്കിൽ എന്നൊന്ന് ചിരിപ്പിക്ക. കഴിഞ്ഞ മാസം പത്രത്തിൽ നിന്നൊരു ലേഖനം നീ എന്നെ കാണിച്ച ഓർമ്മയുണ്ടോ? ചിരി മനുഷ്യന്റെ ആയുസ് കൂട്ടും. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഗൗരവത്തിൽ നടക്കുന്നവരെക്കാൾ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും എന്ന്. ഞാൻ വലിയ ഗൗരവം കാണിക്കുന്നതാ നീ അന്ന് പറഞ്ഞത്. ഇപ്പൊ ആരാ ഗൗരവം കാണിക്കുന്നത്? നീ അല്ലേ? ഇനിയിപ്പോ ചിരിച്ച് ആയുസ് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല മോഹനേട്ടാ. ജയിലിൽ കിടക്കുന്നവര് അവിടെ ഒന്ന് പുറത്ത് കിടക്കാനല്ലേ നോക്കൂ. ഞാനിപ്പോ ഒരു ഭയങ്കര ജയിലിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ചിരിക്കാൻ പോലും അനുവാദമില്ലാത്തൊരു ജയിൽ. അപ്പൊ പിന്നെ ചിരി നിർത്തി ഗൗരവത്തിൽ നടന്ന് അത്രയും ആയുസ് കുറച്ചാൽ പെട്ടെന്ന് ചത്തുപോക്കുള്ളൂല്ലോ. അതാ നല്ലത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നീ ചിരിക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിലുള്ള വഴക്കൊക്കെ എത്ര നേരത്തേക്കാ? അങ്ങനെ ഒരു പ്രതീക്ഷ മോഹനേട്ടൻ ഉണ്ടാവും എനിക്ക് അറിയാമായിരുന്നു. അത് സാറിന്റെ കൈ തന്നെ വെച്ചാ മതി. ഇത്തവണ ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇല്ലെങ്കിൽ മോഹനേട്ടൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ ഒന്ന് ചിരിപ്പിക്കാമെങ്കിൽ മോഹനേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ വിചാരിച്ചാൽ ചിരിപ്പിക്കാനൊക്കെ പറ്റും. എങ്കിൽ പിന്നെ ശ്രമിച്ചു നോക്കൂ. നീ എന്റെ മുഖത്തേക്ക് നോക്ക്. കാണിച്ചത് ഇവിടുന്നായത് നന്നായി. ആരും കണ്ടിട്ടില്ലല്ലോ. ആരെങ്കിലും കണ്ടാല് കൈയോടെ പിടിച്ച് ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയെന്നെ. അല്ല, അതിന്റെ സമയം കഴിഞ്ഞു. പക്ഷെ ആശുപത്രി കൊണ്ടുപോണെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കണമല്ലോ. വേറെ ഉണ്ടല്ലോ. വെറുതെ നിന്ന് കോമാളിയാവാൻ നോക്കാതെ പോവാൻ നോക്കും മോഹനേട്ടാ. എനിക്ക് തുണി മുഴുവൻ കഴുകിയിടണം. ഏറ്റില്ല. വേണ്ട. പോസ്റ്റ് ഓഫീസിൽ വെച്ച് ശശാങ്കൻ. ഇത് കൊള്ളാലോ. പോസ്റ്റ് ഓഫീസിലെത്തി ശശാങ്കൻ. ഇത് കൊള്ളാം. നീ ഇത് കണ്ടോ? പോസ്റ്റ് ഓഫീസിൽ ഒരു പാഴ്സൽ അയക്കാൻ വേണ്ടി ശശാങ്കൻ എത്തി. പാഴ്സൽ തൂക്കി നോക്കിയ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, തൂക്കം കൂടുതലാണ്, 2 സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടി വരും എന്ന്. ഉടനെ ശശാങ്കൻ പറഞ്ഞു, 2 സ്റ്റാമ്പ് ഒട്ടിച്ചാൽ തൂക്കം ഇനിയും കൂടില്ല സാറേ എന്ന്. മോഹനേട്ടൻ വടക്കു നോക്കിയന്ത്രം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ ഭാര്യയെ ചിരിപ്പിക്കാനായി ശ്രീനിവാസന്റെ കഥാപാത്രം ഏതോ ഒരു വാരിക വായിച്ച് ഇതുമാതിരി എന്തോ വളിപ്പ് പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിന് വട്ടായിരുന്നുവെന്നാണ് സിനിമയുടെ കഥ.
ഇവിടെയും ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. സത്യഭാമയെ ചിരിപ്പിക്കാൻ ഇതൊന്നും പോരാ സാറേ. അപ്പൊ എങ്ങനെ, ഞാൻ പോട്ടെ? സാറേ, നമസ്കാരമുണ്ട് സാർ. ആ ഗോവിന്ദൻകുട്ടിയോട് വില്ലേജ് ഓഫീസിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്കെച്ചിന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്കണേ സാറേ. വില്ലേജ് ഓഫീസിലേക്ക് ഉത്തമം വരുന്നില്ല പറഞ്ഞത്? ഞാൻ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത്. ഗോപാലൻകുട്ടി ചേട്ടൻ കുറച്ച് ഭൂമി വാങ്ങുന്ന കാര്യമാണ്, ഞാൻ കൂടെ ചെന്നേ പറ്റുള്ളൂ എന്ന്. തരക്കേടില്ലാതെ കമ്മീഷൻ കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഒന്ന് പോയേ പറ്റൂ. ഗോവിന്ദൻകുട്ടിയോട് വരാൻ പറഞ്ഞാൽ മതി. ഓ ശരി സാറേ, ഓക്കെ. ഉത്തമ, ഒരു പ്രശ്നമുണ്ട്. എന്താണ് സാറേ? ഭാമ ചിരിക്കുന്നില്ല. ചിരിക്കുന്നില്ലേ? ഇന്നലെ അവളുടെ ഒരു കക്ഷിയുടെ മുന്നിൽ വെച്ച് ഉറക്കെ ചിരിക്കുന്നത് കണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്കു. അതോടെ അവൾ സംഗതി അങ്ങ് വാശിയാക്കിയിരിക്കുക. ഇനി ഒരിക്കലും ഞാൻ കാണുക അവൾ ചിരിക്കില്ല. അത് കൊള്ളാല്ലേ? ഇങ്ങനെ ഒരു വാശി ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. അവൾക്ക് ആകെ ഒരു ഗൗരവം. ഇങ്ങനെ ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ചിരിപ്പിച്ചേ പറ്റൂ. എന്റെ സാറെ, ഒരാളെ ചിരിപ്പിക്കാനാണ് പാട്. സാർ എന്തെങ്കിലും തമാശ അങ്ങ് പറ. അതൊക്കെ നോക്കി പക്ഷെ അവൾ ചിരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചിരി വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്ക്. എന്താ കാണിച്ചൂടാത്തത്? എന്നെ കൊണ്ടാവും പോലെയൊക്കെ നോക്കി അവൾ ചിരിക്കുന്നില്ല. ഉത്തരൊരു വഴി പറഞ്ഞ വക്കീല് വാശി പിടിച്ച സ്ഥിതിക്ക് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റൂല. പിന്നെ വേറെ ഒരു വഴിയുണ്ട്. ഏത് വഴി? ഡാൻസ്. സാറ് ഡാൻസ് കളിക്കുന്നു. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. കളിക്കാൻ അറിയാന്നുള്ളൊരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ആസ്വദിക്കുകയല്ലേ ഉള്ളൂ, ചിരിക്കൂലല്ലോ. സാറിന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പഠിപ്പിച്ചു തരാം സാറേ. ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു കുട്ടികളില്ലേ കളിക്കുന്നില്ലേ ആക്ഷൻ സോങ്, അത് അതല്ല, അതിൽ സ്റ്റെപ്പില്ല. അതുപോലത്തത് വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് കളിക്കുമ്പോ അതിലൊരു പുതുമ, ഒരു ചിരിയും വരും. ഉദാഹരണത്തിന് ഒരു പാട്ട്, കൈ ഇങ്ങനെ വയ്ക്കുക. കൊച്ചുകുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ, മയിൽപേയിലെ കാട്ടിലെ കള്ളർക്കുരുവി ഞാൻ. എങ്ങനെ ചിരിച്ചില്ലേ? സാറ് ചിരിച്ചില്ലേ? സാറ് വരെ ചിരിച്ചു, അപ്പൊ പിന്നെ വക്കീല് ചിരിക്കും, ഉറപ്പാണ്. ഇതുപോലെ കളിച്ചാ മതി. അതെ, കൊച്ചുകുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ, മയിൽപേയിലെ കാട്ടിലെ കള്ളർക്കുരുവി ഞാൻ. എന്റെ സാറ്, ഈ ഡാൻസ് സാറ് കളിക്കുന്നത് കണ്ട മുറ്റത്ത് ഇരിക്കുന്ന കൊന്ന തെങ്ങ് പോലെ ഒടിഞ്ഞു വീഴും ചിരിച്ചിട്ട്. സാറ് ചെയ്തോ? നിൽക്കണം, പോരുത്. അല്ല, എനിക്ക് ഗോപാലൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് പോകണം. 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. ഭൂമി വാങ്ങാനല്ലേ പോകുന്നത്, വായുകൂലി വാങ്ങാനല്ലേ പോകുന്നത്. ശരി സാറേ, മുദ്രയൊക്കെ ഓർമ്മ വേണം. ഇത് 2 ഭൂമി വന്നല്ലോ. ചിന്നക്കുരുവി ഞാൻ, കൊച്ചുകുരുവി ഞാൻ, മയിൽപീലി കാട്ടിലെ കൊച്ചുകുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ, ചെറിയ കുരുവി ഞാൻ, മയിൽപീലി കാട്ടിലെ ചിന്നക്കുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ. കഴിഞ്ഞു കഴിഞ്ഞൊന്ന് പുറത്തു പോയേക്കുള്ള. ഈ ഷർട്ടും കൂടെ തേച്ചിട്ട് വേണം മോഹനേട്ടൻ ആഫീസിൽ പോവാൻ. ചിന്നക്കുരുവി ഞാൻ, കൊച്ചുകുരുവി ഞാൻ, മയിൽപീലി കാട്ടിലെ ചിന്നക്കുരുവി ഞാൻ. ഉണ്ട് തേച്ചോ? കൊച്ചുകുരുവി ഞാൻ. എന്തായി സാറേ? അവള് മൈൻഡ് ചെയ്യില്ല. സാറ് ഡാൻസ് കളിച്ചില്ലേ? ഡാൻസ് കളിച്ചു, പക്ഷെ ആരും ഇരിക്കാൻ. ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോ ചോദിക്കുക തീർന്നു.
സാറിന്റെ ഡാൻസ് കണ്ടിട്ട് ചിരിച്ചില്ലേ പിന്നെ എന്തോന്ന് വഴി? മുദ്രയെ കറക്കായിരുന്നില്ലേ? ചിന്നക്കിളിവ് ഞാൻ കൊച്ചു ഇങ്ങനെയൊക്കെ കാണിച്ചു. എന്നിട്ട് ചിരിച്ചില്ലേ? ഉത്തമന് ചിരി വന്നോ? വഴിയുണ്ട്. ഒരു കാര്യം ചെയ്, സാറ് ചെന്നിട്ട് വക്കീൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്. എന്നിട്ട് സാറ് തന്നെ ചിരിപ്പിക്കണമെന്നില്ലല്ലോ, ഞാൻ ചിരിപ്പിച്ചാ പോരെ? വക്കീല് ചിരിക്കുന്നത് സാറ് കണ്ടാ പ്രശ്നം തീരുമല്ലോ. അത് മതി. പക്ഷെ ഉത്തമൻ അങ്ങനെ ചിരിപ്പിക്കും. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരും സാറേ. ഞാൻ വിചാരിച്ച ചിരിക്കാത്ത ഒരൊറ്റ മനുഷ്യ ഈ പഞ്ചായത്തിലില്ല. വക്കീലിനെ ഇങ്ങോട്ട് വിളിക്ക്. ഒരു കേസിന്റെ കാര്യം പറയാൻ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാ മതി. ചെല്ലു സാറേ, ബാക്കി ഞാൻ ഏറ്റു. എന്ത് ചെയ്താ വക്കീല് ചിരിക്കും? നിന്നെ ഉത്തമൻ വിളിക്കുന്നു. ഉത്തമൻ അതുവരെ പോയില്ലേ? നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. ഏതോ കേസിന്റെ കാര്യത്തിനാ. ഏത് കേസിന്റെ കാര്യം? അതെനിക്ക് എങ്ങനെ അറിയാം? അതറിയാൻ നമുക്ക് ഉത്തമനോട് ചോദിക്കണം. നമസ്കാരം ഉണ്ടോക്കില്ലേ? എന്ത് കേസ് ഉത്തമ? വക്കീലെന്ന് ഭയങ്കര ഗൗരവത്തിലാണല്ലോ. അത് ഉത്തമന്റെ പ്രശ്നമല്ലല്ലോ. ഉത്തമൻ എന്നെ അന്വേഷിച്ച കാര്യം പറ. സത്യം പറയല്ലോ വക്കീലെ, കേസിന്റെ കാര്യമൊന്നും അല്ല. വക്കീലിനോട് സാറ് കേൾക്കാതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് കേസിന്റെ കാര്യമൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്ത് കാര്യം? 2 ആഴ്ചക്ക് മുമ്പ് വില്ലേജ് ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ വൈകിട്ട് ശിശുപാല സാറ് പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. വക്കീലത് കേട്ടാ ഞെട്ടിപ്പോവും. എന്താ സംഭവം? അതായത് നമ്മുടെ സ്വയംപ്രഭ സാറുണ്ടല്ലോ, സ്വയംപ്രഭ സാറിന് കല്യാണാലോചനകളൊക്കെ ഒരുപാട് വരുന്ന സമയമാണല്ലോ. കഴിഞ്ഞ മാസം സ്വയംപ്രഭ സാറിനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വന്നു. ചെറുക്കന് വലിയ ബിസിനസ്സാ, ഇഷ്ടംപോലെ കാശുണ്ട്. പക്ഷെ വലിയ വിവരമൊന്നുമില്ല. സംസാരിച്ച് വന്നപ്പോ സ്വയംപ്രഭ സാറിന് അത് മനസ്സിലായി. പക്ഷെ പ്രഭ സാറിന്റെ വീട്ടുകാര് കല്യാണം നടത്തിയാൽ കൊള്ളാം എന്ന ഭാവവും. ഒടുവിൽ രക്ഷപ്പെടാൻ സ്വയംപ്രഭ സാറ് ഒരടവ് കണ്ടുപിടിച്ചു. ചെറുക്കനും ചെറുക്കന്റെ കൂടെ വന്നവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരം മുഴുവനും പ്രഭ സാറ് മോഹനേഷ സാറിനെ പറ്റി വാതോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരുന്നു. മോഹനേഷ സാർ ബുദ്ധിമാനാണ്, നല്ല മനുഷ്യനാണ്, സുന്ദരനാണ് എന്ന് പറഞ്ഞു തുടങ്ങി സാറിനെ പുകഴ്ത്താൻ ഇനി ഒന്നും ബാക്കിയില്ല. സാറിന്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മീശ കണ്ടാൽ രോമാഞ്ചം വരും, മൂക്ക് കണ്ടാലോ പ്രേമം തോന്നും. കവളുകൾ കാണുമ്പോൾ പലപ്പോഴും സ്വയംപ്രഭ സാറിന് ഒരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വയംപ്രഭ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ചെറുക്കനും കൂട്ടരും സ്ഥലം വിട്ട്. പിന്നെ പ്രഭ സാറിന് ഒരു അമ്മാവനുണ്ട്. ഇയാൾ വഴിയിൽ വെച്ച് മോഹനേഷ് സാറിനെ കണ്ടപ്പോ ഇനി പറയാൻ ചീത്ത ഒന്നുമില്ല. മര്യാദയ്ക്ക് നടക്കുന്ന പെണ്ണുങ്ങളെ വഴിതെറ്റിക്കുന്ന വൃത്തികെട്ടവനാണ് സാർ എന്ന് നാട്ടുകാർ കേൾക്ക പറഞ്ഞു കളഞ്ഞത്രേ. നമ്മുടെ മോഹനേഷ് സാറേ, ആരെങ്കിലും ഇത് കേട്ട ചിരിക്കാതിരിക്കും. അതും കേട്ടോണ്ട് സാർ ഓഫീസിലോട്ട് ചെന്നിട്ട് സ്വയംപ്രഭ സാറിനോട് ഒരു ഒറ്റ ചോദ്യം. സ്വയംപ്രഭേ, സ്വയംപ്രഭേ, എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന്. സ്വയംപ്രഭ സാറ് അവിടെ നിന്നൊന്ന് കുണുങ്ങി. എന്നിട്ട് കാലുകൾ കൊണ്ടുതാ ഇങ്ങനെ ഒരു കളമൊക്കെ വരച്ചിട്ട് സാറിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഞാൻ പറയാം. പറഞ്ഞില്ല ബാക്കി. ഉത്തമനെ അതൊക്കെ അവളോട് പറഞ്ഞത്? പിന്നെ പറയാതെ. എന്തായാലും ഇത്രയും നല്ലൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. ഇതിലെന്താ തമാശ? സ്വയംപ്രഭ എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞതല്ലേ ഭാമ കരുതുന്നത്? അല്ല, അതിപ്പോ സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രഭ സാർ പറഞ്ഞല്ലോ, സാറിനെ പോലുള്ള ഒരു മുരടനെ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് അറബിക്കടലിൽ പോയി ചാടുന്നതാണ് എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറയാൻ വരികയായിരുന്നു. അതല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോമഡി എന്ന് പറയുന്നത്. പക്ഷെ ആ കോമഡി പറഞ്ഞില്ലല്ലോ. അല്ല, അത് പറയാൻ വക്കീൽ ആ സമയത്ത് നിന്നില്ലല്ലോ. സഹായിക്കാൻ വന്ന കുടുംബം കുളന്തുണ്ടാവുന്നു. നീ ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്, പറഞ്ഞില്ലല്ലോ. കുട്ടിയുടെ സ്കെച്ച് ഇല്ല, വേണ്ട. സാറ് പറയാൻ പറ്റാത്തോണ്ടാണത്. ഉത്തമ പറയുന്നത് നീ വിശ്വസിക്കരുത്. സത്യത്തിൽ സംഭവിച്ചത് നീ കേൾക്കണം. എനിക്കൊന്നും കേക്കണ്ട മോഹനേട്ടാ, എല്ലാം എനിക്ക് മനസ്സിലായി. സ്വയംപ്രഭയ്ക്ക് മോഹനേട്ടൻ എന്ന് പറഞ്ഞ പേടിയാണെന്നല്ല ഞാൻ ഇതുവരെ കരുതിയത്. ഇപ്പോഴല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്.
എന്നാലും മോഹനേട്ടനെ പറ്റി ഇത്രയൊക്കെ പോയിട്ട് പറയണമെങ്കിൽ സ്വയംപ്രഭയുടെ മനസ്സിലെന്താണ്? അവളുടെ മനസ്സിലൊന്നുമില്ല. സ്വയംപ്രഭ പാവാ. ഓ, അപ്പൊ കാര്യങ്ങൾ അവിടം വരെ എത്തി. സ്വയംപ്രഭ പാവമാണ് പോലും. അവളെ പറ്റി പറയുമ്പോ മോഹനേട്ടൻ നാവിന്ന് തേൻ ഒഴുകാണല്ലോ. ആപ്പീസി വെച്ച് അവളുടെ മുഖത്ത് നോക്കി, സ്വയംപ്രഭേ നിനക്കെന്നോട് പ്രേമമാണോ എന്ന് മോഹനേട്ടൻ ചോദിച്ചോ ഇല്ലയോ? അത് പക്ഷെ അങ്ങനെയല്ല. മോഹനേട്ടൻ ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചു. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ എന്നോട് പ്രേമമുണ്ടോ എന്ന് ചോദിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാ ചോദിക്കുന്ന ആണിന് ആ പെണ്ണിനോട് പ്രേമം വരുമ്പോ. അങ്ങനെയൊന്നുമില്ല. മോഹനേട്ടൻ ഇനി ഒന്നും എന്നോട് പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പറഞ്ഞില്ലേ? മോഹനേട്ടന്റെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായി. ഈശ്വര, നീ എന്ത് കാലിലക്കം കൊണ്ട് കളം വരച്ച് അവൾ മോഹനേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, മോഹനകൃഷ്ണ സാറിനെ പ്രേമിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അറബിക്കടലിൽ ചാടുന്നതാണ് എന്ന്. സംഭവം ഉണ്ടായ ദിവസം തന്നെ സ്വയംപ്രഭ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞതാണ്. മോഹനേട്ടനെ കളിയാക്കാൻ പറഞ്ഞതല്ല, വേറൊന്നും വിചാരിക്കരുത് എന്ന് മോഹനേട്ടനോട് പറയണമെന്ന് പറഞ്ഞു. ഉത്തമനെ കൂട്ടുപിടിച്ച് എന്നെ ചിരിപ്പിക്കാൻ നോക്കിയതല്ലേ വില്ലേജ് ഓഫീസർ. ഇപ്പൊ സാറ് കരഞ്ഞേനെ. അത് പിന്നെ നീ ഇങ്ങനെ സംശയിച്ച എനിക്ക് പ്രയാസമാവില്ലേ? അയ്യോ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞ എനിക്ക് പ്രയാസമാവില്ലേ? സോറി. ആ ഡാൻസ് എങ്ങനെയായിരുന്നു? മറ്റേത് ചിന്നക്കുരുവി ഞാൻ കൊച്ചുകുരുവി ഞാൻ. മയിൽപീലി കാട്ടിലെ നീലക്കുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ. എന്തൊക്കെ കാണേണ്ടി വരും ഒന്ന് ജീവിച്ചു പോകാനെന്ന് പലരും ചോദിക്കുന്നുണ്ടാവും. കാര്യമില്ല. വില്ലേജ് ഓഫീസർ ഇങ്ങനെയൊക്കെയാണ്. ഭാര്യയുമായി നിരന്തരം സംഘർഷത്തിലാവുകയും അത് പരിഹരിക്കാൻ അസാധാരണമായ മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ പ്രതിഭയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.